അത് ശരിയാണല്ലോ പറഞ്ഞാല്. നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാല് നിർത്താൻ ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചോദിക്കുവാൻ ഒരു ഗാനം മാത്രമൻ ഹൃദയഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതികൂടമെന്നോടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതികൂടമെന്നോടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ സ്വപ്നത്തിൻ തൽപ്പമങ്ങ് ഞാൻ വിരിക്കാം. വിഷയത്തിൽ നമ്മൾ ഒരുപാട് പാടി മാറിയിരിക്കുകയാണ്. വിഷയത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് പാടി മാറിയിരിക്കുകയാണ് അല്ലേ? അടുത്തെന്താ അത് വേണ്ട അത് കഴിഞ്ഞു. അടുത്ത മലർമണം മാഞ്ഞല്ലോ മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളോർ പോയല്ലോ മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളോർ പോയല്ലോ മമ സഖി നീ വന്നു ചേരും മനതാരിൽ മാറിക്കാൻ മൂടിക്കഴിഞ്ഞല്ലോ മമ സഖി നീ എന്നു വന്നു ചേരും. നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാല് ഇനി വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ താങ്കൾ ഗായികയ്ക്ക് വേണമെങ്കിൽ പുറകിലേക്ക് ഇരിക്കാം. താൻ സംസാരിക്കുന്നുണ്ടോ? എന്താണ് വിഷയം എന്നറിയോ? There is something vision in between the people of the Elizabeth and the Amarda and the Bala and the Chegutan and the some other of the YouTubers and the people who are the vloggers involved not at all involved in anywhere any place and nothing official about it. Okay, thank you very much. thanks a lot. അപ്പോൾ നമ്മൾ പറഞ്ഞ നേരം കുംഭമേള എവിടെ നിന്ന് വരുന്നതേ? അപ്പൊ ശരി, നമ്മുടെ വിഷയമാണ് ഇവര് എല്ലാരും ഇവിടെ ഭയങ്കര സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എലിസബത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പൊ എലിസബത്തിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടോ? അതിട്ടിട്ടാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ അറിയാൻ പറ്റും കേട്ടോ. അല്ല അത് ഇപ്പൊ എടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ കാര്യങ്ങളൊക്കെ അറിയാലോ എന്താന്നുള്ളത്. അപ്പൊ നമുക്കും അറിയാം. അപ്പൊ എന്താ സംഭവം, പലരും അങ്ങ് യൂട്യൂബിൽ കണ്ട വീഡിയോയും ഒക്കെ വെച്ചിട്ട് ഇതിനെ അനലൈസ് ചെയ്യുകയാണ്. എന്താന്ന് ചോദിച്ചാല് അവരങ്ങനെ പറഞ്ഞില്ല, ഇവരങ്ങനെ പറഞ്ഞില്ല, പിന്നെ അതങ്ങനെയല്ല, അതിങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാവോ, ഇങ്ങനെ ചെയ്യാവോ, അങ്ങനെ ചെയ്യാവോ, അങ്ങനെയൊക്കെ ചെയ്യാമോ, ഇങ്ങനെ മനസ്സിൽ സങ്കടമുണ്ടെങ്കിലും. അപ്പൊ ഇത് പ്രശ്നം എന്ന് പറയുമ്പോ ഇവര് ഈ കലാപരിപാടി നമ്മൾ ഈ സംസാരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. ഇതിനകത്ത് നമ്മൾ ഈ അറിഞ്ഞിട്ട് പറയുന്ന പോലെ പറയരുത്. ഇവര് ഈ പറയുന്ന ഒരു ഊഹാപോഹമുണ്ട്, മനസ്സിലായി? നമുക്ക് അറിയാലോ സംഭവിച്ചത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാമെങ്കിൽ അപ്പൊ അതിനനുസരിച്ച് പറയരുത്. ഞാൻ അവിടെ ഇവിടെ തൊടാതെ പറയത്തുള്ളൂ. അതങ്ങനെയാ, അങ്ങനെ തന്നെ പറയണേ. കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കരുത്. അതാണ് എന്റെ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? അങ്ങനെ ചെയ്യാമോ, ഇങ്ങനെ ചെയ്യാമോ, അങ്ങനെ ചെയ്താൽ എന്താണ്? അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഇതിനകത്ത് ഈ പ്രൈവസി എന്ന് പറഞ്ഞ സാധനത്തിനെ നമ്മൾ ഫോക്കസ് ചെയ്യണം. അല്ല, അതിന് കുറച്ചുകൂടെ എന്താ പറയണ്ടേ, പ്രാധാന്യം കൊടുക്കണം.
പ്രാധാന്യത്തിന് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ സ്ട്രെസ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോ സ്ട്രെസ് ചെയ്തിട്ട് സ്ക്വാഷ് ചെയ്ത് വിടാം. അപ്പോ അത് പ്രൈവസി, ഈ പ്രൈവസിയെ നമ്മൾ മാനിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് എവിടെയാണെന്നൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മളിപ്പോ എന്നോട് പറഞ്ഞൊരു കാര്യം വേറെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതും അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ പറയാത്ത കാര്യങ്ങളൊക്കെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഒരാളിപ്പോ നമ്മോട് വിശ്വസിച്ചൊരു കാര്യം പറയുകയാണ്, നമ്മളെ വിശ്വസിച്ച് നമ്മളേനെ വിശ്വസിച്ച് ആരെങ്കിലും എന്തിനും പറയുന്നത് ശരിയാ, പറയാൻ പാടില്ല. അത് പറയാനും പാടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ചില കാര്യങ്ങൾ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ, അതിൽ ആ മനുഷ്യന് ഒരുപാട് നാണക്കേടുണ്ടാക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടുകാരുടെ അനുസരിച്ച് പ്രശ്നങ്ങളാവുന്ന ഏറ്റവും ഗുരുതരമായ കാര്യങ്ങൾ ഒരു ഇതേപോലെ തന്നെ മറ്റൊരു ആളോട്, ഇതിപ്പോ ഒരു പുരുഷനോ വല്ല കാണാൻ ഭാഗ്യത്തിന് രണ്ട് സൈഡിലും സ്ത്രീകൾ. നമ്മൾ ഈ പുരുഷന്മാരോട് ഇങ്ങനെ ചുമ്മാ സ്ത്രീകളെ പറ്റിയൊക്കെ പറഞ്ഞല്ലേ. അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ രണ്ട് സ്ത്രീകളും ഒരേ അനുഭവത്തിലൂടെ കടന്നു വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എന്താണ് ബുദ്ധിമുട്ടെന്ന് എനിക്ക് ഇപ്പോഴും അവരാരും പറഞ്ഞിട്ടില്ല, നമ്മൾ ഊഹിച്ചെടുത്തോണം. അപ്പോ അതുകൂടാതെ മറ്റു സമയം അതുപോലെ തന്നെ രണ്ടാമത്തെ ഈ പറഞ്ഞ ആള് വരുമ്പോ അവിടെ ഞാനേ അന്ന് ഈ മറ്റേ കുറച്ച് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടപ്പോഴേ ശരിക്കും പറഞ്ഞ അവർക്കത് ഭയങ്കര ഇഷ്ടപ്പെടുകയും അവരുടെ മൊത്തത്തിലുള്ള ആൾക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്തായാലും നോക്കുന്നേ കാണാൻ വന്നാണോ? അപ്പൊ ആരെ കാണാൻ? വീഡിയോ കാണാൻ വന്നാണോ? അപ്പൊ ഈ സംഭവം പറയുമ്പോഴേ അതൊക്കെ നല്ലതാണ്. പക്ഷെ പെട്ടെന്നൊരു മാറ്റം ഉണ്ടായി. എന്തുകൊണ്ടാണ് മാറുന്നതെന്ന് വെച്ചാൽ വേറൊന്നും അല്ല, ഇങ്ങനൊരു പരിപാടി വല്ലാത്ത രീതിയിൽ ഇതിനകത്ത് കുറച്ച് ഇവരൊന്നും പറയാത്ത കാര്യങ്ങളുണ്ടല്ലോ. നമുക്കിതൊന്നുകൂടെ ചെയ്താലോ? അതല്ല നമ്മളൊന്നുകൂടെ ഒന്ന് ചെയ്താലോ, ഇതുപോലെ ഒരു പരിപാടി, അങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങൾ. പക്ഷെ അത് ചെയ്യുന്നില്ല, റിജക്റ്റഡ്, വേണ്ട, നോ ഇസ് നോ ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോ എങ്ങനെയോ നമ്മളാരും അറിയാത്തൊരു കാര്യം എങ്ങനെയൊക്കെയോ വേറെ അറിഞ്ഞുപോയി. പിന്നെ അതിനിടയിൽ നിരപരാധിയായ ഏതോ ഒരു ചെറുപ്പക്കാരി, ഒരു പാവം കുട്ടി, അതും ഇങ്ങനെയൊക്കെ ഇളകി കുത്തിയൊക്കെ നമ്മള് സുഹൃത്തുക്കളാണ് കേട്ടോ, ഞങ്ങളന്ന് അടുത്തിടപെടുന്നവരാണ്. അത് കഴിഞ്ഞ് അവിടെ വരുന്നു, അങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ, വീഡിയോ ഷൂട്ടിങ്, പബ്ലിഷിങ്, ഇങ്ങനെയുള്ള പല പരിപാടികൾ നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ പറയുന്നുണ്ട്, ഇവര് ഈ ഒരു രീതിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യം എന്നോട് പറയുമ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അത് എന്തിനായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത് വെച്ചാൽ അത് അവർക്ക് യൂസ് ചെയ്യാനാണ്, എവിടെയോ യൂസ് ചെയ്യാനാണെന്ന് വിചാരിച്ചു. അങ്ങനെ കേൾക്കുമ്പോൾ അതും നിങ്ങൾ റെക്കോർഡ് ചെയ്യരുതെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞ ഒരു സാധനം അങ്ങനെ ഉണ്ടെന്ന്, ഇത് റെക്കോർഡ് ചെയ്തോ ഇല്ലയോ എന്ന് പോലും തൊട്ടപ്പുറത്തിരിക്കുന്നതിന് അറിയണ്ട. പക്ഷെ അത് റെക്കോർഡാണോ ഒരു സംശയം തോന്നിയെന്ന് വിചാരിക്കുക. ചെയ്തിട്ടില്ല, അല്ലെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് അങ്ങനെ തന്നെ ആണെങ്കിൽ, അതല്ലെങ്കിൽ എന്നൊരു സംഭവം ഉണ്ടല്ലോ, മറ്റേ അവിടെ ഇവിടെ തൊടാത്തൊരു വീഡിയോ. നമ്മൾ ഈ കാറിനകത്തിരിക്കുമ്പോ സീക്രട്ട് ഏജന്റാണെന്ന് വിചാരിക്കരുത്. ഇങ്ങനെ സംസാരിക്കുമ്പോ അവിടെ തൊടത്തിൽ എന്താ അതുപോലെ ഉണ്ടെന്ന് അവിടെ ഇല്ല ഇവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പേടിക്കത്തില്ലടൂ. തന്റെ കുറെ രഹസ്യങ്ങൾ, രഹസ്യമായി സൂക്ഷിച്ച കാര്യങ്ങൾ നമ്മൾ ഒരാളോട് പറയുമ്പോഴേക്കും അങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ടെന്ന് തോന്നലുണ്ടായ പറഞ്ഞ ആള് ഭയക്കും. കാരണം അയാൾക്ക് നാണക്കേടുണ്ടാകാൻ പോവുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോവുകയാണ്.
അയാൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു അതുവരെ. അന്നത്തെ സീനല്ല ഇന്നത്തെ സീൻ. ഇന്ന് സീൻ നമ്പർ 4 ആണ്, അന്ന് സീൻ നമ്പർ 1 ആണ്. ഇത് സീൻ നമ്പർ 2 and 3 and 4 and 5. ഓക്കെ, അത്രയാണ് നടക്കുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12 13 तेरा करो दिन दिन के इंतजार आजा भी आए वहां 1 2 3 4 5 6 7 8 9 10 11 12 13. എന്തുകൊണ്ടാണ് പാട്ട് പാടുന്നതെന്ന് വെച്ചാൽ ട്രോളൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ ഇടയ്ക്ക് പാടാറുണ്ട്. അവര് പാട്ടൊക്കെ പാടി കളിയാക്കുന്നതാണ്. അങ്ങനെയല്ല, ഇതൊരു മണിക്കൂറോളം ഞാൻ ഇതിനെപ്പറ്റി പലയിടത്തും സംസാരിച്ചപ്പോഴൊന്നും പലർക്കും മനസ്സിലാവാത്തൊരു കാര്യം ഇപ്പോഴും മനസ്സിലാവാഞ്ഞത് കൊണ്ടുണ്ടായ അല്ലേ പല സമയത്ത് അത് വിഷം കുത്തി ഞങ്ങളെ അകറ്റി. നമ്മൾ തമ്മിൽ ഭയങ്കര കമ്പനിയാണ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെറുതെ എന്നെ പരിപാടി അറിയുന്നുണ്ട് കൃത്യമായിട്ടേ, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അറിയാലോ അങ്ങനെ സംഭവം ഇല്ല, അങ്ങനെ ചെയ്തിട്ടില്ലെന്നുള്ള അങ്ങനെയൊക്കെ വെറുതെ പറയുന്ന കാര്യം. ആരോട് ഈ പറയുന്നേ? എന്തിനാ പറയുന്നത്? അങ്ങനെ പറയേണ്ട ആവശ്യം എന്താ? നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞോളൂ. ഇനിയിപ്പോ എതിർഭാഗത്ത് നിൽക്കുന്ന ആളൊന്ന് ഭയന്നോട്ടെന്ന് ഓർത്തായിരിക്കും ചിലപ്പോ. അതിന് സാധ്യതയുണ്ട്. അത് ശരിയാണ്, ഭയപ്പെടുത്താൻ വേണ്ടി ചെയ്യാം, കുഴപ്പമൊന്നും ഇല്ല. പക്ഷെ അതല്ല അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഈ മര്യാദ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. ഒരാളെ നമ്മൾ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു പരിപാടി അത്. ഒരാളെ കൂട്ടുപിടിച്ചിട്ട് നമ്മള് മറ്റേ ഈ ഞാനും മൂർഖൻ ചേട്ടനും കൂടി ഒരാളെ നിന്ന് കൊത്തിക്കൊന്നു ഞാഞ്ഞുളു പറഞ്ഞൊരു കഥയുണ്ട് എന്ന് പറഞ്ഞ പോലത്തെ ഒരു പരിപാടി. അത് ഒരാവശ്യമില്ല. എന്റെ ആവശ്യമില്ലാത്ത പരിപാടികളൊക്കെ പറഞ്ഞ് ഇത് നാണങ്ങളും കേട്ടോ. ഉറപ്പിച്ച് പറയുക, വീണ്ടും പറയുക. ഇനി വരും ദിവസങ്ങളിൽ ഈ തരം PR വർക്ക് ചെയ്യുന്നവരൊക്കെ, PR എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ അവർ പീഡായിട്ടുള്ള പരിപാടി ആയിരിക്കണമെന്നില്ല, പക്ഷെ അതിന്റെ ഒരു വാക്ക് ഉപയോഗിച്ചു തന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ സപ്പോർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇറങ്ങിയേക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളൊരു എത്ര ദിവസം വെയിറ്റ് ചെയ്യണം? 2 ദിവസം മതിയല്ലേ? 2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യണം. കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? നാളെ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നാളെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, മറ്റന്നാളും ചെയ്യാനുണ്ട്. അത് ചെയ്യാനുള്ള കാര്യങ്ങൾ നാളെ ചെയ്യാൻ പറ്റില്ല. എന്തായാലും നാളത്തെ കാര്യം വേണം മറ്റന്നാളാക്കാം. പക്ഷെ മറ്റന്നാളത്തെ കാര്യം ഒരിക്കലും നാളെ ആക്കാൻ പറ്റില്ല. അല്ല, ഇന്നാക്കാൻ പറ്റത്തില്ല. മറ്റന്നാൾ ചെയ്യേണ്ട കാര്യം ഇല്ല പറ്റുള്ളൂ. ഇത് രണ്ടും പറ്റും. പക്ഷെ അതൊരു പ്രശ്നമുണ്ട്. ഇന്ന് ചെയ്യേണ്ട കാര്യം നമുക്ക് നാളെ ചെയ്യാമെന്ന് വിചാരിക്കാവുന്ന പോലത്തെ ഒരു പ്രശ്നം. അതുപോലെ തന്നെയല്ലേ ഉള്ളൂ. നാളെ ചെയ്യേണ്ട കാര്യം മറ്റന്നാൾ ചെയ്യുമ്പോൾ. പക്ഷെ മറ്റന്നാൾ ചെയ്യേണ്ട കാര്യം വേണമെങ്കിൽ നാളെ ചെയ്യാം. നാളെ ചെയ്യേണ്ട കാര്യം വേണമെങ്കിൽ ഇന്നും ചെയ്യാലോ. നാളെ ചെയ്യേണ്ട കാര്യം വേണമെങ്കിൽ ഇന്ന് ചെയ്യാം. പക്ഷെ ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ ചെയ്യാൻ പറ്റില്ല. ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ എന്താ ചെയ്താല്? നാളെ ചെയ്യുന്നതിനോട് എനിക്ക് നാളെ പുതിയത് വരും. എനിക്ക് യോജിപ്പില്ല. നാളെ പുതിയതായിട്ട് എന്തിനു വരുമെന്നാണോ? അല്ല, നാളെ വേറെ കാര്യം ചെയ്യാണ്ടല്ലോ ഓൾറെഡി. ഓക്കെ, നാളെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം. പക്ഷെ നാളെ ചെയ്യേണ്ട കാര്യം നമുക്ക് വേണമെങ്കിൽ മറ്റന്നാളെ ചെയ്യാം. അതും ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. അങ്ങനെ വൈസ് വേഴ്സ. അങ്ങനെയാ സംഭവം. അത് നമുക്ക് നാളെ ചെയ്യേണ്ട കാര്യം വേണേൽ നാളെ ചെയ്യാം. 3 ഓപ്ഷനാണുള്ളത്. നാളെ ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യാം, നാളെ ചെയ്യേണ്ട കാര്യം നാളെ ചെയ്യാം, നാളെ ചെയ്യേണ്ട കാര്യം മറ്റന്നാൾ ചെയ്യാം. 3 ഓപ്ഷൻ. അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കാം. അല്ല, നാളെ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കാം. അങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം? ABCD EFGH IJKL MNOP ഓടാ പട്ടി. അപ്പൊ അങ്ങനെ ഇത് നമ്മളിപ്പോ പിന്നെ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നാട്ടുകാർക്ക് ഒന്നും അറിയാതെ കുറിച്ച് പറയും. അവർക്കറിയാമല്ലോ എന്താണേലും. നിങ്ങളൊന്ന് ആലോചിക്കുക. എൽസബത്ത് എന്തോ പറയുന്നുണ്ട്, അതിന് ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിന് ചാരിറ്റി വിത്ത് ക്ലാരിറ്റി ഒന്നും ഇല്ല. ചാരിറ്റി വിത്ത് ക്ലാരിറ്റി അതില്ല. www.charitywithclarity.com അത് നമ്മുടെ ചാരിറ്റബിൾ വെബ്സൈറ്റ് ആണ്. എല്ലാവരും അവിടെ ചെന്ന് ഡൊണേഷൻസ് കൊടുക്കൂ. അപ്പോ എന്താ പറഞ്ഞു?
चलते चलते मेरे ये गीत याद रखना, कभी अलविदा ना कहना, कभी अलविदा ना कहना। चलते चलते मेरे ये गीत याद रखना, कभी अलविदा ना कहना, कभी अलविदा ना कहना। അങ്ങനെ അതല്ല ഓർമ്മതൻ വാസന്ത, ഇത് കുറച്ചാണായി നമ്മളത് കേട്ടിട്ടല്ലേ. ഓർമ്മതൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. ഡെയ്സി 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 അത് ശരിയല്ല, അതല്ലേ അതാ വേണ്ടത്. താനെന്താണ് ഇങ്ങനെ സംഗീത സംവിധാനം പോയത്? ഞാൻ ശരിക്കും ശരിയാ വയലാറ് തൂറും അതുപോലെ. വയലാറ് തൂറും തീട്ടകാരൻ ഞാൻ റെഡി ആക്കിയിട്ടുണ്ടോ വിടാം. അത് എന്ന് വേണം ചെയ്യാന്ന്. പക്ഷേ പണ്ടാരം മറന്നുപോയി. ഒരു ഉഗ്രം തീട്ട പ്രണയഗാനം. ഗംഭീരമാണോ? കൊതിയായി കൊതിയാന്നാ പറയുന്നത് തീട്ടം. തീട്ടത്തെ കൊതിച്ച തന്റെ കാമുകിയെ അത്രത്തോളം സ്നേഹിക്കുന്ന തന്റെ കാമുകിയുടെ തീട്ടം ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന പറയുന്നു പഴമേ പോ. തന്റെ കാമുകിയുടെ തീട്ടത്തെ പ്രണയിച്ച, കാമുകിയുടെ തീട്ടത്തെ സ്നേഹിച്ച, കാമുകിയുടെ തീട്ടത്തെ പ്രണയിച്ച, കൊതിച്ച് ഒരു തീട്ടക്കൊതിയന്റെ ഗാനം. ആ ഗാനം നാളെ റിലീസാക്കാം. എന്തായാലും എല്ലാവർക്കും അറിയാമല്ലോ കാര്യങ്ങൾ. ഇപ്പൊ ഇവിടുത്തെ ഈ പ്രണയ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ വെറൈറ്റി ഉള്ളൂ. എപ്പോഴും മറ്റതും ചന്ദ്രനും നീലാകാശം, മറ്റേത് അത് മയിൽപ്പീലി, കാവ്, കടല്, പുഴ, പാവാട, ഷഡ്ഡി, താനെന്താ അയ്യ നോക്കി സംസാരിക്കണം. അവിടെ അലക്കിട്ടൊക്കെ പറയേണ്ട ഒരു ആവശ്യം. നമ്മുടെ ഗാനം എന്ന് പറയുന്നത്, സംഗീതം എന്ന് പറയുന്നത് ഒരു കടലാണ്. സംഗീതം എന്ന് പറയുന്ന ഒരു കടലാണ്. കടലല്ല, കടലിന്റെ ഒരു അല്ല അല്ല ഒരിക്കലും അല്ല, അങ്ങനെയല്ല. നമ്മുടെ ഈ സംഗീതം എന്ന് പറയുന്നത് ഒരു ക്ലോസറ്റ് ആണ്. അത് വീഴുന്ന ഒരു കണ്ടികൾ വരെ നിനക്ക് ചോദിക്കോ ദൈവന്റെ എവിടെയൊക്കെയാണോ കണ്ടോ കണ്ടോ വേണ്ടേ തീട്ടക്കഥ കേൾക്കാൻ മതി. ഈ ക്ലോസറ്റിലേക്ക് ഇവക്ക് നല്ല കേൾക്കാം അല്ലേ. കൊച്ചു കൊച്ചു കണ്ടികൾ ഇടുന്ന ചെറിയ ഗായകരാണ് ഞങ്ങൾ. അതെ, ഈ കണ്ടികളെന്ന് പറയുന്നത് സംഗതികളാ. എങ്ങനെ ഉണ്ട് നിന്റെയൊക്കെ അല്ലേ കൂട്ട്, ഇങ്ങനെയൊക്കെ അല്ലേ വരുമെന്നായിരിക്കും കമന്റ്. അത് വരും. അങ്ങനെ ഒരുത്തിനും കമന്റ് ഉണ്ട്, എന്താടാ നീ എങ്ങനെ തുപ്പിയാണോ കളയുന്നത്? ആറത് ഓ തൂറാത്തവൻ കണ്ടിട്ടില്ലാത്തവൻ. ഓ മോഹൻലാല് വളിയിടുവെന്ന് ചോദിച്ചവരുണ്ട്. അതെ, ഐശ്വര്യയുടെ ഒരു തീട്ടം കിട്ടിയിരുന്നെങ്കിൽ കൊണ്ട് ഷോക്കേസിൽ വെക്കാറുന്നെന്ന് ആരാധകൻ എന്നൊരു ആരാധകൻ. ചിലർ പറഞ്ഞ മോഹൻലാലിനെ തീട്ടം തിന്നാൻ യോഗ്യതയില്ലെന്ന്. ഇവനൊക്കെ തീട്ടം തിന്നാണോ യോഗ്യത ഉണ്ടാക്കുന്നത്? അവന് തീട്ടം തിന്നാൻ യോഗ്യത ഉള്ളവരാണ്. നമുക്ക് തീട്ടം തിന്നാൻ യോഗ്യതയില്ല. നിനക്കപ്പൊ തീട്ടം തിന്നാൻ യോഗ്യത ഉണ്ടോ? നീ തിന്നടാ. നീ പോയി മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും വിവേകോടെ എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ അവരെ സെറ്റ് തൂറുന്ന സീൻ ഞാൻ ഇങ്ങനെ മോഹൻലാൽ തൂറത്തൊന്നുമില്ല. മോഹൻലാൽ തൂറില്ലല്ലേ? മോഹൻലാൽ തീട്ടമില്ല, ഇല്ല വളിയില്ല, ഇല്ല തീട്ടം വളിയില്ലാത്തൊരു മനുഷ്യൻ. അങ്ങനെ മോഹൻലാൽ മമ്മൂട്ടിക്കൊന്നുമില്ല. നടികൾക്ക് തീരെ ഇല്ലാത്ത, നടന്മാർക്ക് കുറച്ചു പേർക്കില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. കലാമണിക്കൊക്കെ ഭയങ്കര തീട്ടമാണ്. സഹനടന്മാരൊക്കെ തൂറുന്നു. കലാമണി ഭയങ്കരമായിട്ട് തീട്ടമാന്ന് പറയുന്നത്.
ബാക്കിയുള്ളവരൊന്നും തൂർത്ത്. വിനായകനൊക്കെ തൂറുമായിരിക്കും. വിനായകൻ തൂർ. ഇവിടുത്തെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് അങ്ങനെ വിനായകൻ, കലാഭവൻ മണി, പിന്നെ ആരോടോ മണികണ്ഠൻ, മണികണ്ഠൻ, പിന്നെ ജാഫർ ഇടുക്കി. കുറച്ചും കൂടെ ഒരു ഇതായിട്ട് അങ്ങനെയൊക്കെ ഉള്ളവരെ തൂറുന്നത്. ജാഫറടിക്കൊക്കെ തൂറും. സുരാജ് വെഞ്ഞാറമൂട്. പക്ഷെ മമ്മൂട്ടി മോഹൻലാലും അങ്ങനല്ല. മറ്റേ ദുൽഖർ സൽമാൻ. എന്താണോ താഴെ തന്തി പറഞ്ഞ അങ്ങനൊന്നല്ല. ദുൽഖർ സൽമാൻ തൂറുന്നില്ലടോ. നമുക്ക് അയാളുടെ മുഖം കണ്ടറിയാൻ പാടില്ല. അപ്പൊ നമ്മുടെ വിഷയത്തിൽ തന്നെ മാറിപ്പോയല്ലോ. ആ തീട്ടത്തിൽ ചവിട്ടി ആണ് മാറിപ്പോയി. അത് തീട്ടഗാനത്തിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തോണ്ടാന്ന് തോന്നുന്നു അല്ലേ. ഒരുപാട് തീട്ടം കയറിപ്പോയി. പോട്ടെ, തീട്ടത്തെ ഇങ്ങോട്ടേക്കാം. നമ്മൾ തീട്ടത്തെ പറ്റി അധികം പറയുന്നില്ല, അത് സസ്പെൻസ് ആണ്. ഓക്കെ, നാളെ തീട്ടഗാനം റിലീസ് ആകട്ടോ. ഞാൻ ശരിയാക്കി വെച്ചേക്കോ. സൂപ്പറാ. പക്ഷെ അതിനകത്തൊരു ചെറിയൊരു പ്രശ്നം, അതിനകത്ത് ലിറിക്സ് അങ്ങോട്ട് ഒക്കുന്നില്ല. അത് ഞാൻ ശരിയാക്കും. പക്ഷേ നന്നായിട്ടുണ്ടോ പാട്ട്? നല്ല പാട്ടല്ലേ. കുറച്ചുകൂടി എഴുതി കയറ്റാൻ വേണമെങ്കിൽ വയലാർ തൂറുമോട ഇങ്ങനെ എന്ന് ചോദിച്ച ടൈറ്റിലിടാ. അതായിരിക്കും. വയലാറിന് വേണ്ട. വയലാർന്ന് പറഞ്ഞാൽ ഇനി വയലാറിന്റെ ബന്ധുക്കൾ വരുമ്പോൾ അത് വേണ്ട. വയറിളകി തൂറുമോട ഇതുപോലെ അത് തന്നെ. വയറിളകി തൂറുമോട ഇങ്ങനെ ഇവിടുത്തെ കുറെ തീട്ടങ്ങള്. അപ്പോ നമ്മൾ പറഞ്ഞ വിഷയം, അപ്പൊ അതാണ് പ്രശ്നം. പിന്നെ ഒരുപാട് പ്രാവശ്യമായിട്ട് ഈ സോഷ്യൽ മീഡിയ തന്നെ വന്നിരുന്നോണ്ട് എന്തുകൊണ്ടായിരിക്കും ഈ പറയുന്ന ചില ആളുകൾക്ക് ഇത് സോഷ്യൽ മീഡിയയിലൂടെ പറയേണ്ടി വരുന്നത്? എന്തുകൊണ്ടായിരിക്കും ഇത് ഫോൺ ചെയ്ത് പറയാൻ പറ്റാത്തത്? അതിൽ നിന്നും തന്നെ തെളിഞ്ഞില്ലേ ഇവർക്ക് ഫോൺ ചെയ്താൽ കിട്ടുന്നില്ല എന്ന്. വളരെ നിസാരമായ ഒരു ബുദ്ധി ഉപയോഗിക്കാമെങ്കിൽ ഈ പറയുന്ന മണ്ടന്മാർക്കെല്ലാം അത് മനസ്സിലാവേണ്ടതായിരുന്നു. പക്ഷേ അവർക്ക് അതിനുള്ള ബോധമില്ല, അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നേരിട്ട് ഫോൺ വിളിച്ച് പറയേണ്ട കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ വന്നിരുന്ന് പറയേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ പറയുന്ന കാര്യങ്ങളിൽ ചെറിയ കുഴപ്പമുള്ളത് കൊണ്ടാ. മനസ്സിലായോ? ചിലരെ അടുപ്പിക്കുന്നില്ല, ചിലരെ ബ്ലോക്ക് ചെയ്യുന്നു. എന്തുകൊണ്ട്? അതിന്റെ കാരണങ്ങൾ അറിയണമെങ്കിൽ എലിസബത്ത് ഉദയൻ അല്ല ഉദ്യാനവ എന്താ അതിനകത്തുള്ളത് അത് ഷോർട്ടാണെന്നാണ് എലിസബത്ത്. എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ? അതോടെ എടുത്ത എംപുരാനിലോട്ട് ഇടുകയായിരുന്നെങ്കിൽ രസമാണ്. അതൊന്നും അവൻ ഓർമ്മ വന്ന് കാണത്തില്ല. അപ്പൊ എന്താണ് ഈ എലിസബത്ത്? അതെന്തുവാ സാധനം? മറന്നുപോയി. ബൈബിളിലെ സാധനം അത്. എന്റെ പാപം നിന്റെ പാപം അങ്ങനെയാണുള്ള സംഭവം. അത് ഞാൻ നോക്കട്ടെ, അത് മറന്നുപോയി. എന്തോന്ന് ഇതൊക്കെ അന്നൊക്കെ നമ്മള് മറ്റേ എനിമയിലൊക്കെ പാട്ട്, അത് ഈ അരാമ്യൻ ഭാഷയാ. പറഞ്ഞായിട്ട് പറയപ്പെടുന്ന സാധനമാണ്. അതെ അതെ അതെ. മൈ ഗോഡ് വൈ ഹാവ് യു ഫോർസേക്കൻ മീ? എന്റെ ദൈവമേ നീ എന്തിനാണ് എന്നോട് കൈവിട്ടത്? അതാണ് ആ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് യേശു കുരിശേ കിടന്ന് കരഞ്ഞു വിളിച്ചു. യേശു കുരിശി കിടന്ന് ഭയങ്കര കഥയായി. അതൊരു ഭയങ്കര കഥ തന്നെയായിട്ടോ, യേശുവിന്റെ കഥയാണ്. അതാണ് കണ്ടോ ആ വേർഡിന്റെ ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാവുന്നത്. എലിസബത്ത്, ഇതാണ് നമ്മൾ പറയുന്നത്. എന്റെ ദൈവമേ എന്തിനെന്നെ കൈയൊഴിഞ്ഞു? ഉദയൻ. തൽക്കാലം ഉദയൻ പ്രത്യേകിച്ച് അർത്ഥം ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്കോ ഇയാൾക്കോ ഈ പുറകിലിരിക്കുന്ന ആ കുട്ടിക്കോ ഇല്ലാത്തത് കൊണ്ട് നമ്മളതങ്ങ് അത് വിടുന്നു. അപ്പോ ഇവിടെ ഇങ്ങനൊരു സംഭവം നടക്കുന്നതിനിടയിൽ കയറി ഇതൊന്നും മനസ്സിലാവാത്ത എന്തെങ്കിലുമൊക്കെ അറിയാമായിരുന്നെങ്കിൽ, ഒരു തുള്ളിക്ക് വിവര വിദ്യാഭ്യാസം എവിടെയെങ്കിലും ഇച്ചിരിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. ഇനിയിപ്പം നമ്മൾ പറയുന്നത് നിനക്ക് മനസ്സിലാവാത്ത പോലെ അഭിനയിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. നിനക്ക് ഇത് അറിയത്തില്ല. അതുകൊണ്ട്
വെറുതെ കിടന്ന് കലവില കൂട്ടിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല, വെറും സമയം കളയുന്നു. പ്രയോജനം ഇല്ലാർക്കും. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാലേ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അങ്ങ് നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങ് സംസാരിക്കേണ്ട വരും. പിന്നെ നമ്മൾ ഉറപ്പായിട്ട് സംസാരിക്കും. കാരണം ഇയാൾക്കറിയാം, വേറൊരുത്തം പുറകിരുന്നവനറിയാം, മൊത്തം 4 പേരൊരു വണ്ടിയിലിരിക്കുക, ഒരു കഥ പറയാൻ. ഈ കഥ പറയാൻ വേണ്ടിയിട്ട് 2-3 മണിക്കൂർ ഇരുന്നിട്ടും കഥ മനസ്സിലാവാത്ത, കഥ അറിയാത്ത, അല്ലെ എലിസബത്ത് എന്ന വാക്കിന്റെ അർത്ഥം അറിയാതെ, അല്ല വാക്കെന്നല്ല പേരിനൊരു നമ്മൾ ഈ പറഞ്ഞ ഒരു അർത്ഥത്തിന്റെ ഒരു പരിപാടി ഉണ്ടല്ലോ. പിന്നെ ദൈവപുത്രൻ തന്നെ പാപം ചെയ്തു തുടങ്ങിയാൽ പിന്നെ ചെകുത്താനല്ലാതെ വേറെ ചെകുത്താൻ ഇയാള് വിടില്ലോ, ചെകുത്താൻ വിടില്ലോ, പുള്ളിക്ക് വിടാൻ പറ്റില്ല. പുള്ളി ജീവിക്കുന്നതിന്റെ കൂടെ ഉള്ളതാണത്. ചെകുത്താൻ അന്ന് എഴുതി വെച്ചത്. ഇവിടെ ഞാൻ ഈ ചെകുത്താൻ പേരിട്ടേക്കുന്നത് കൊണ്ട് ഇവന്മാരിപ്പോ എല്ലാം യൂസ് ചെയ്യാം റീച്ചിന് വേണ്ടിട്ട്. നന്ദി ഉണ്ടോടാ നിനക്ക്? നീയൊക്കെ ഫേമസ് ആയ എന്റെ പേരിലല്ലേ? മയിലേ അന്നയാണോടാ എന്റെ പേരിലല്ലോടാ നീയൊക്കെ ഫേമസ് ആയത്? ഞാൻ ഇല്ലാതെ കാണാന്ന് അല്ലേ? ശരി, തിയേറ്റർ കൂടിപ്പോനെ എന്ന് ഒരു മഹാനായ മനുഷ്യൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ നിമിഷം ഞങ്ങൾ ഓർമ്മിക്കുന്നു ഞങ്ങൾ പറയുകയാണ്. കമ്മിറ്റതൊക്കെ വേണം. കമ്മിറ്റത വേണം. ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോ അതിനൊരു കമ്മിറ്റത വേണം. മനസ്സിലായോ? അതെ അതെ അതെ. ഇനി വേറെ മറ്റേ സാധനം പറയാം. എലിസബത്ത് കോകിലത്ത് അമൃതത്ത്. പക്ഷെ അതിനകത്ത് പ്രശ്നമാണ്. എന്താണ് ഈ കൊകിലത്ത്? കൊകിലത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴേ കുറച്ച് ജസ്റ്റിസ് എന്നോ എഴുതി വെച്ചോ. മറ്റേ മരിക്കുന്നതിന് മുമ്പ് ഈ പത്രക്കാര് ഭരണവാർത്ത റെഡിയാക്കി വെക്കുമല്ലോ, എന്ന് പറഞ്ഞ പോലെ വേണമെങ്കിൽ സ്റ്റോറി റെഡിയാക്കി വെച്ചേക്കാം അല്ലേ? നമുക്ക് ചെറുതായിട്ടൊന്നൊരു സൂചന പോലെ. സൂചനയാണ്. സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ സമരം ഞങ്ങൾ ദീർഘിപ്പിക്കും. പിന്നെന്താ ബാക്കി എങ്ങനെ? അതുപോലെ ലൈനടിക്ക് എന്തൊരു സാധനം ഭാവം മാറും. ഭാവം മാറും, രൂപം മാറും, ഭാവം മാറും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഏരിയാസ് ആണ്. രൂപവും ഭാവവും മാറുന്ന ചില സമരമുറങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഞങ്ങൾ ആ സമരത്തിൽ പങ്കെടുത്ത കുറച്ച് ആളുകൾ പോരാളികളാണ്. നമ്മൾ ഈ സമരമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം എവിടെയാണ് സമരം നടക്കുന്നത്. സമരം കണ്ടാൽ മനസ്സിലാകാത്തവരായതുകൊണ്ട് പണ്ട് നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തു. ഇന്ന് നമ്മൾ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് മാസ്റ്റർ ഓഫ് ആർട്സിന് വേണ്ടി സമരം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ പല കുട്ടികളും മാനേജിംഗ് ഡയറക്ടറും മാസ്റ്റർ ഓഫ് ആർട്സ് പഠിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. അത് പൊടി പോലെ വന്ന് അടിച്ചു കയറ്റി ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങൾ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കേരളത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് തൽക്കാലം ഇപ്പോൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതിന്റെ വിഷയം ഇതല്ലല്ലോ വിഷയം. വിഷയത്തിൽ നിന്ന് നമ്മളിങ്ങനെ തെന്നി ഒറ്റ തെന്നി കിടന്ന സ്ഥലം അതാണ് വേറെ പ്രശ്നം. തെന്നലേ ഇല്ലിമുളം കാടുകളിൽ അല്ലലം പാടി വരും തെന്നലേ ഇങ്ങനെയാണോ? അല്ലികളിൽ ഊയലാടും മറ്റേ സാധനമുണ്ടല്ലോ, മറ്റേ കാനന ചായയിലാടുമിക്കാൻ ഞാനും വരട്ടയോ നിന്റെ കൂടെ. പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടോ മലയാളേ. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടയോ നിന്റെ കൂടെ. അറിയത്തില്ലേ ഇതൊക്കെ ഇത് മറ്റേ
സ്കിബിഡിയാണ് ഇരിക്കുന്നത്. സ്കീബിഡി സസ്സായിട്ടുണ്ട്. അപ്പൊ ഉണ്ടല്ലോ റസ്സായിട്ട് സസ്സായിട്ടുണ്ട് അല്ലെ. അപ്പോ കാനന ചായലി നക്കുന്ന കണ്ണും വരട്ടയോ നക്കുന്ന പാടില്ല പാടില്ല നക്കുന്ന പാടെ മറന്നൊന്നും നക്കുന്ന നിന്നെ ഒരിക്കൽ ഞാൻ നക്കുന്ന ഇന്നു വേണ്ട നക്കുന്ന രാത്രി നടക്കുന്നത് ഇവളെന്തോടെ 2:45 നടക്കാൻ നീ ആരടി മോളെ? അത് ഈ രാത്രിയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന പെമ്പിള്ളേരെ ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മ വരുന്നു. ഞാൻ ബലാത്സംഗം ചെയ്തിട്ട് വരട്ടെ സുഹൃത്തെ, നമുക്കൊന്ന് ബലാത്സംഗം ചെയ്താൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന. അപ്പൊ ഇവളെ എന്ത് ചെയ്യും? അയ്യോ എന്താ നീ അങ്ങനെ പറഞ്ഞു? ഓക്കെ, താങ്ക് യു. വെൽക്കം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി നമുക്ക് വേണേ കുറച്ച് മിമിക്രിയാവും. ഒരു സാധനം കൂടെ. എന്താ? എനിക്കൊരു കാര്യം ഇവരോട് പറയാനുണ്ട്. എന്താണ്? തിരിച്ചു കിട്ടാത്ത സ്നേഹം വിങ്ങലാണ്. വേങ്ങൽ വേണ്ട, പരസ്യം കിട്ടുന്നു. ഇത് പറയുന്നവന്മാരുണ്ടല്ലോ, ഇവന്റെ ഒന്നും വിങ്ങലും മനസ്സിലല്ല, അവ കാലിനടയിലാണ്. ഭയങ്കര വിങ്ങലാണ്. ബിറ്റ്വീൻ ദ ലെഗ്സിലാണ് അവരുടെ വിങ്ങല്. അതായത് മുട്ടിന്റെ ഭാഗത്തല്ലേ, ഇവിടെ ഈ മുട്ടിന്റെ ഇവിടെ മുട്ടില്ല, മുട്ടിന്റെ സൈഡിന്റെ ഞരമ്പിന്റെ അവിടെ ഞരമ്പുണ്ട്, മുട്ടത്ത് വർക്ക് ചെയ്യും. നമ്മള് പറഞ്ഞ അതിനിപ്പോ ഇവിടെ കിടന്നുകൊണ്ട് എത്ര ഇടയ്ക്ക് ചാടിയാലും മറിഞ്ഞാലും നമുക്ക് ഈ കാര്യങ്ങൾ അറിയാവുന്ന ചില കാര്യങ്ങൾ പറയുമ്പോഴേ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റത്തില്ല. ആ കാര്യങ്ങളെ പറ്റി അറിവുള്ളവർ പറയുമ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചിട്ടേ കാര്യമുള്ളൂ. കാര്യങ്ങൾ മനസ്സിലാക്കുക, കാര്യമില്ലാത്ത കാര്യമില്ല അല്ലേ? അതാണ് കാര്യങ്ങളുടെ ഒരു പ്രത്യേകത. കാര്യങ്ങൾ പറഞ്ഞാൽ അത് കാര്യങ്ങളായിരിക്കും. അല്ലാതെ കാര്യമില്ലാത്ത കാര്യത്തിന് കുറെ കാര്യങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും കാര്യങ്ങളാവില്ല. അതറിയണമെങ്കിൽ കാര്യങ്ങൾ എന്തെന്ന് നീ ആദ്യം അറിയണം. മനസ്സിലായോ? ഉറങ്ങിയോ? പെട്ടെന്ന് ഉറങ്ങി. എന്നോ അടി മോനെ, നീ മുറയിലെങ്ങാനും പോയി ചാച്ചിക്കോ. ഒരു പാട്ട് പാടി തരട്ടെ ഉറങ്ങാൻ. കിളി പാടി. അപ്പൊ അവളെ മിഴികൾ ഉണർത്തിക്കളഞ്ഞു. ഉറങ്ങിയ കൊച്ചിനെ പിടിച്ചുണർത്തി. ചില പാട്ടുകൾ നമുക്ക് ഉറക്കാനും ചില പാട്ടുകൾ ഉണർത്താനും സാധിക്കും. ഇവിടെ എണീപ്പിക്കണം അങ്ങനെയാണ്. ഉറങ്ങും, അത് കഴിഞ്ഞിട്ട് എണീപ്പിക്കാൻ വേണ്ടിട്ട് മറ്റേത് പാടും. ഈ സ്നേഹലാളനം നീ നീന്തും സാഗരം ഉണരുമീ ഗാനം ഒഴുകുമെന്നുള്ളതാണ്. ആർക്കും അറിയുന്നില്ല, അതറിയില്ല. അത് രഹസ്യമാണ്, അറിയാവുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. That is Tutu, the African bishop, Edmund Tutu. ആ എഡ്മണ്ട് ടുട്ടു ആരാന്നായിരിക്കും ചോദിക്കുന്നത്. അതറിയാത്തൊരു വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ചും ഈ പറഞ്ഞ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞ ഒറ്റ യൂട്യൂബർക്കും അയാളെ അറിയത്തില്ല. അപ്പൊ അത് വിട്ടു പോട്ടെ. പോ, ഗൂഗിളിൽ പോയി നോക്ക് കേട്ടോ. നീ പരിപാടി കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കല്ല. അറിയില്ലാത്ത കാര്യങ്ങൾ എല്ലാവരോടും പറയാ. ഗൂഗിൾ എടുത്തോണ്ട് വരരുത് ഇങ്ങോട്ട്. ഗൂഗിളിൽ എല്ലാം ഉണ്ടെന്ന് ഞങ്ങൾക്കും അറിയാം. മനസ്സിലാവുന്നു? അതെല്ലാവർക്കും അറിയാവുന്ന. ഇനിയിപ്പോ ChatGPT അതിനകത്ത് ചോദിച്ചാലും കിട്ടും. അതെ, ഇവിടെ ഏത് കൊച്ചു ചോദിച്ചാലും കിട്ടും, ഏത് ബോധമില്ലാത്ത ചോദിച്ചാലും കിട്ടും, എല്ലാത്തിനും കിട്ടും. ചോദിച്ചാൽ മതി, കിട്ടും. നമുക്ക് അതല്ലാതെ ചോദിച്ചറിയാൻ അറിയാം. ചോദിക്കാൻ അറിയാവുന്നവർക്കൊക്കെ അവിടെ കിട്ടും. അത് തന്നെ, നമുക്ക് അതിന്റെ ആവശ്യമില്ല. അവന്റെ ഒരുത്തൻ നോക്കാൻ ഒരുത്തൻ മറ്റവൻ ഓർക്കുന്നുണ്ട്. ഒരുത്തൻ പറഞ്ഞത്
ചെറുത്താനെ കൂടെ ഉത്സവത്തിന് ഉണക്കി ഇറങ്ങിയേക്കുവാണ്. അങ്ങനെ ഉണ്ട്, നമുക്ക് കാണാവുന്ന. നേരത്തെ പറയാന്നാ, നീ വരാവോ? അവനൊരു സംഭവം. അവന്റെ തലച്ചോറാണ്. അവന്റെ തലച്ചോറല്ല തലച്ചോറ്. അവൻ ഇതുവഴി ഇറങ്ങി വന്നോ അവിടുത്തെ തലച്ചോറ് കൊള്ളാം. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വെറുതെ അങ്ങനെ ഇറങ്ങി വന്നൊന്നുമല്ല. ആരാണ്ട് അവനെ ഇറക്കി വിട്ടതാ. അല്ലാണ്ട് അവൻ വെറുതെ ഇറങ്ങി വന്നൊന്നുമല്ല, പറഞ്ഞു വിട്ടാണ്, സെറ്റ് ചെയ്ത് വിട്ടേക്കണം. അങ്ങനെ വന്നത് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ സാധാരണഗതിയിൽ വേറെ ആരെങ്കിലും അങ്ങനെ ഒരു ഡയലോഗ് അങ്ങനെ പറയണമെങ്കിൽ അതിനകത്ത് ഭയങ്കരമായ ഒരു ഒത്തില്ല ഇങ്ങോട്ടൊന്നും ഏക്കത്തില്ല. അതുകൊണ്ടാ. കാരണം എന്താ വെച്ചാലേ അതിന് ആരോടും ചെന്ന് പറയേണ്ട കാര്യമില്ലത്. കേൾക്കുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവില്ല. അതെങ്ങനെയാണ് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത്? അതിന് ആവശ്യം ജീവിക്കാൻ വേറെ വഴിയില്ലാത്തോണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ യുവാവ് എന്നതാണോ നിന്റെ പ്രശ്നം? അതാണോ നിന്റെ പ്രശ്നം? വേറെ അരി മേടിക്കാനാന്ന് പറഞ്ഞിരിപ്പുണ്ട്. ഓ പറഞ്ഞു ഇന്ന് കാറിനകത്ത് കയറിയെന്ന് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാറ് ചിലർക്ക് എഴുതി കൊടുത്തേക്ക് ഇവിടെ മുറി എനിക്ക് പൂത്ത പണവും. പഴയ മുരളി പറയുന്നുണ്ടായിരുന്നു അല്ലേ കിങ്ങിനകത്ത്. അത് നമ്മൾ പറഞ്ഞു തന്ന വിഷയം എലിസബത്ത് അത് അറബിയാ കേട്ടോ. സുഷ്മാരി Không thấy nhiều chỗ cái trong mình như nhà với nhau có tiểu giàu ở chỗ ở cái máy buộc nhà. Ok. അതെന്താ എനിക്ക് മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലാക്കണം. ഇവർക്ക് അത് അറിയത്തില്ല. ഇവർക്ക് ചൈനീസ് എല്ലാം അറിയൂ. ഓണയം പറഞ്ഞോണ്ട് വന്നേക്ക് അവനെ അന്വേഷിക്കുവാന്ന്. ഇങ്ങോട്ടൊന്നും മാറില്ല കേട്ടോ പൊന്നെ. ഇതിന്റെ വീട്ടിൽ തന്നെ ഇരുന്നേച്ചാൽ മതി. അഥവാ അത് നമ്മളൊക്കെ അങ്ങനെ വളയ്ക്കാൻ ഇറങ്ങുവാണേലും നീ അറിഞ്ഞാൽ നീ വീട്ടിൽ ഇരുന്നാൽ മതി. കാരണം നിനക്ക് ചൈനീസ് അറിയത്തില്ല, കൊറിയൻ കേൾക്കണോ നിനക്ക്? ഇതൊന്നും അറിയാതെയാണോടാ കൊച്ചനെ നീ കൊച്ചു കേരളത്തിൽ ഇങ്ങനെ യൂട്യൂബ് ചാനലും തൊലിച്ചോണ്ടിരിക്കും. വീട്ടിലെല്ലാരും അറിഞ്ഞു തന്നോ ആ വീഡിയോ ഇട്ടതിന്റെ? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ മോന്റെ വീഡിയോ? അമ്മ ചോദിച്ചെന്ന് പറയണേടാ. അതെ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? മോന് പെങ്ങളുണ്ട്, പെങ്ങളും കൊണ്ട് ഇഷ്ടപ്പെട്ട് കാണും അല്ലേ? ആ ചേട്ടൻ ഇങ്ങോട്ടൂടെ വന്നിരുന്നെങ്കിൽ, ആ ചെറുത്താൻ ചേട്ടൻ. അതോ നിന്റെ അമ്മയ്ക്കാണോ ചെറുത്താനോട് പറയാനുള്ളത് കഥ? അങ്ങനെ പറ, ഞാൻ വരാം. നമുക്ക് ചോദിച്ചു നോക്കാം ഞാൻ, എങ്ങനെയുണ്ട് മോന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന്. മോനെ പറഞ്ഞ ഐറ്റം ഉണ്ടല്ലോ, ആറാട്ടണ്ണൻ ഉണ്ടാക്കാമെന്ന പോലെ ചെകുത്താൻ ഉണ്ടാക്കാമെന്ന ഞാനങ്ങ് തൊലിച്ചേന്. അതാ എനിക്കറിയണ്ടേ. നിന്റെ അമ്മ എനിക്കൊന്ന് കാണണം, എന്നിട്ട് അവരോട് ചോദിക്കാനുണ്ട്, ഇത് അവര് പഠിപ്പിച്ചതാണോ അതോ ഇനി നാട്ടുകാർ പഠിപ്പിച്ചതാണോ? അങ്ങനെ ഉണ്ടെ ചെറിയ പ്രശ്നം ഉണ്ടാളിക്ക. അതുകൊണ്ട് പറഞ്ഞ അല്ലേ? ആരോ പറഞ്ഞു വിട്ടോ പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ അവന് വീട്ടിൽ നിന്ന് പഠിക്കുന്ന സാധനം അവിടുന്ന് പഠിക്കുന്നതാണെങ്കിൽ അത് ഇങ്ങനത്തെ കണ്ടത്തില്. ഇവിടെ എന്താണെന്നറിയോ, എന്റെ തന്തയല്ല നിന്റെ തന്ത, അവളുടെ അമ്മയല്ല ഇവളുടെ അമ്മ. അല്ല, ഇത് വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണെങ്കിൽ തള്ളമാരെ ഇത് പഠിപ്പിച്ചു കൊടുക്കും. ചില തള്ളമാര്, ചില പ്രത്യേകതരം തള്ളമാര്. വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല, പറഞ്ഞോട്ടെ. വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണെങ്കിൽ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, അവൻ പറഞ്ഞതിനകത്തൊരു പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ മറ്റേത് കാണിക്കുമെന്ന്. അതായത് എന്താണെന്നറിയോടെ ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാല്, ഇപ്പൊ നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുക്കുക സപ്പോർട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇവന്റെ വിചാരം ഇവന്റെ അമ്മയും പെങ്ങളോട് വന്ന് എന്റെ മണ്ടക്കൂടെ കയറുമെന്ന്. മനസ്സിലായില്ലേ? അല്ല ഇങ്ങനെ എന്റെ കൂടെ ഇറങ്ങി പോരുമെന്ന്. അപ്പൊ അവനത് പറയാൻ തോന്നും. കാരണം നമ്മൾ ഈ സപ്പോർട്ട് ചെയ്ത് വീട്ടിൽ അവന്റെ വീട്ടിൽ ചെല്ലാറുണ്ട്. അപ്പോ അങ്ങനെ മോന് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടിലോട്ട് എന്താണല്ലോ ഞാൻ വരത്തില്ല. ഞാൻ ഇതുവരെ വന്നിട്ടുമില്ല. അതിനകത്ത് എന്നെ പെടുത്തരുത്, മനസ്സിലായോ? വിളിച്ചാലും വരത്തില്ല. കാരണം നിന്റെ ആയതുകൊണ്ട് എവിടെന്ന ഇതിനൊക്കെ ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞൻ എന്ന് പറയത്തില്ലേ? പിന്നെ ഞാൻ പറഞ്ഞുതരാം, നിന്റെ തള്ളയ്ക്കും നിന്റെ പെങ്ങൾക്കും പറ്റാത്തൊരു കാര്യമാണ് അതെങ്കിൽ അത് എലിസബത്തിന് പറ്റത്തില്ലെന്ന് വിചാരിക്കരുത്. എന്ത് ചെയ്യണമെന്ന് എലിസബത്തിന് അറിയാം. ആരെങ്കിലും അങ്ങോട്ട് ചെന്നാൽ
അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതും എലിസബത്തിന് അറിയാം. വളയ്ക്കാനും ഒടിക്കാനും ഒക്കെ അങ്ങോട്ട് ചെന്ന് അവളതിനുള്ള അത് എന്തുവാന്ന് വെച്ചാൽ കൊച്ചു ചെയ്തു. നീ അതിനകത്തുണ്ട്, നീ നിൻ്റെ വീട്ടിൽ ഇങ്ങനെ വരുന്നവരെയൊക്കെ കൈകാര്യം ചെയ്ത് അവിടെ ഇരുന്നു, ഇങ്ങോട്ടും വരണ്ട. ഞാൻ പോവോ, ഞാൻ ഇതിനാണോ വന്നത് എന്നൊന്നും നോക്കാൻ വരണ്ട. എന്തോ സൈക്കോ ആണ് ഇത്, വെറും തീട്ട. അപ്പം ശരി എന്നാ ഞങ്ങൾ പോട്ടെ മോനെ. صباح الخير والصباح